പാശം രത്നകിരീടം ദേവി അലയാഴികൾ കാൽച്ചിലമ്പ് കളങ്കാവൽ ഞങ്ങൾക്കു കാവൽ ദേവി നിൻ കാളിയുട്ടുത്രാടരാത്രി. നിലത്തിൽ പോരിൽ ഒടുങ്ങുന്ന ദാരികൻ. പറണിൽ നിന്ന് നിലത്തിറങ്ങുന്ന ദേവിയും ദാരികനും നിലത്തിൽ വെച്ച് നടത്തുന്ന പോരാണ് നിലത്തിൽ പോര്. പലവിധ ആയുധങ്ങളും തന്ത്രങ്ങളുമായി പോരിനിറങ്ങുന്ന ദേവിയും ദാരികനും തമ്മിൽ ഉഗ്രമായ പോരാട്ടം നടക്കുന്നു. ഓരോ പോരിനും ശേഷം ദേവി വിശ്രമിക്കുന്നു. പോര് പുനരാരംഭിക്കുമ്പോൾ തിരുമുടിയെ അണിയിച്ചൊരുക്കുകയും ദാരികൻ തൻ്റെ ഭൂഷണങ്ങളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യുന്നു. 6 പോരിനൊടുവിൽ ദേവി മണിമന്ത്രം കൈക്കലാക്കുന്നതായി സങ്കല്പിക്കുന്നു. 7-ാം പോരിന് ചുവന്ന പട്ടുടയാടകൾ മാത്രം ധരിക്കുന്നു. കുങ്കുമക്കുറിയും തൊട്ട് തിരുമുടിയിൽ രജോ ഗുണപ്രധാനമായ ചുവപ്പ് ഹാര അണിഞ്ഞ് രക്തേശ്വരിയായാണ് ദേവി പുറപ്പെടുന്നത്. മേട 10-നാണ് നിലത്തിൽ പോര്. അന്ന് ആദിത്യ പൂജയ്ക്കുള്ള ദിവസം കൂടിയാണ്. ചുവപ്പ് ഹാരവും ചുവന്ന വസ്ത്രവും അണിഞ്ഞ് ദേവി രക്തവർണ്ണയായി കാണപ്പെടുന്നത് സൂര്യനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നട്ടുച്ചയ്ക്ക് ശിരസിന് മുകളിൽ സൂര്യൻ ലംബമായി നിൽക്കുമ്പോൾ നിഴലുണ്ടാകുന്നില്ല. അതുപോലെയാണ് മനുഷ്യ മനസ്സിലെ അഹന്തയും അജ്ഞതയും നീങ്ങി ആത്മീയ ജ്ഞാനം പരക്കുന്നത്. 7-ാമത്തെ പോരിൽ ദാരികൻ്റെ അഹന്ത നിറഞ്ഞ ശിരസ് കൊയ്തെടുക്കുന്നു ദേവി. അത് ബ്രഹ്മസ്ഥാനത്ത് അർപ്പിക്കുന്നു. ദാരിക കിരീടം ആചാരപരമായി ഉത്സവത്തിനായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന കുടുംബക്കാർക്ക് തന്നെ മടക്കി കൊടുക്കുന്നു. അടുത്ത കാളിയൂട്ട് ഉത്സവം വരെ ആ കുടുംബക്കാരായിരിക്കും അത് സൂക്ഷിക്കുക. ദാരിക നിഗ്രഹം കഴിഞ്ഞ് ദേവിയുടെ ആത്മീയ ചൈതന്യവും പവിത്രതയും വീണ്ടെടുക്കുവാൻ വെള്ളായണിക്കായലിലെ ആറാട്ടുകടവിലേക്ക് സായാഹ്നത്തിൽ എഴുന്നള്ളിക്കുന്നു. ആറാട്ടുകടവിലെ ചടങ്ങുകളുടെ എല്ലാം മേൽനോട്ടം ആചാരപരമായി ഉലയ സമുദായത്തിൽപ്പെട്ടവർക്കാണ്. ഇവിടെ ദേവിയെ 101 മൺകലശത്തിലെ തീർത്ഥം കൊണ്ട് ആറാടിക്കുന്നു. അതിനുശേഷം അങ്കി അണിയിക്കാതെ ദേവിയെ തോളിൽ എഴുന്നള്ളിച്ച് ബാലികമാരുടെ താലപ്പൊലിയോടെ ക്ഷേത്രപ്രദർശനം ചെയ്ത ശേഷം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നു. നാടും നഗരവും ആകെ കാരുണ്യവും അനുഗ്രഹവും വർഷിച്ച ദേവി ഇനി അടുത്ത കാളിയൂട്ടുത്സവം വരെ ശ്രീകോവിലിൽ വാണരുളി നന്മയും സ്നേഹവും വാത്സല്യവും ചൊരിയുന്നു. മുന്നിലെത്തുന്ന ഭക്തരുടെ നിറകണ്ണുകൾ തുടച്ച് തീപിടിച്ച മനസ്സുകൾക്ക് അമൃതവർഷിണിയായി അമ്മ, 14 ലോകത്തിൻ്റെയും അമ്മ, വെള്ളായണി അമ്മ. ഇനി ഇത്തരത്തിൽ ദിക്കുകളെയും കരകളെയും ഇളക്കിമറിക്കുന്ന കാളിയൂട്ടുത്സവത്തിനായി നമുക്ക് കാത്തിരിക്കാം. സ്നേഹത്തോടെ, ഭക്തിയോടെ, ആരാധനയോടെ 3 വർഷം. ഭദ്രേ ഓംകാരരൂപേ കലമാനിൻ കൊമ്പിൽ കുടികൊള്ളും നീ. രുദ്രേ ഓംകാരഭാവേ മണിപീഠം വാഴും പരമേശ്വരി നീ. അടിയൻ നിൻ തൃപാദം തേടിയണയുന്നു വഴുത